ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു എങ്കിലും അതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഷാനവാസ് അതിനെക്കുറിച്ച് ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് നമുക്കൊന്ന് പറയാം. ഷാനവാസ് പറയുന്നുണ്ട്, ശരിക്കും വിന്നർ ആകേണ്ടത് അനീഷ് തന്നെയാണ്. കാരണം അനീഷിൻ്റെ ഗെയിം ഒന്നും അവിടെ അനുമോള് കളിച്ചിട്ടില്ല. അനീഷിൻ്റെ ഗെയിം എന്ന് പറഞ്ഞൊരു പ്രത്യേക ഗെയിം തന്നെയായിരുന്നു. അതെടുക്കാൻ ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല. പിന്നെ അവസാന കാലഘട്ടത്തിൽ ആ റീ എൻട്രിയിലാണ് അനുമോൾക്കൊന്ന് വോട്ട് കയറിയത്. കാരണം സിമ്പതറ്റിക് ആണ്, അതുകൊണ്ടാണ് കയറിയത് എന്ന് പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടന് കൂടി അമർത്തുക കേട്ടോ. അപ്പോൾ ഈ ഷാനവാസ് സത്യത്തിൽ ഈ PR ഒന്നും അറിയില്ല കേട്ടോ. ഷാനവാസിന് അത് ശരിക്കും ജെന്യൂനായിട്ടുള്ള തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. PR കുറിച്ചൊന്നും അറിയില്ല. അതിന് സീക്രട്ട് ടാസ്ക് പോലും ആൾക്ക് അറിയണ്ടായിരുന്നില്ല. അവിടെ കൊളാക്കണമെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അറിയുമെങ്കിൽ കൊടുത്തേനെ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഷാനവാസ്. അത് നുണയാണ്. ഇനിയിപ്പോൾ കാശ് ചിലവാക്കിയിട്ട് PR കൊടുത്തിട്ട് നിൽക്കേണ്ട ഗതികേട് എനിക്ക് അവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അനുമോൾ ആ ഗതികേടിലാണ് അങ്ങനെ പോയത് എന്നാണ് അവിടെ ധ്വനിയുള്ളത് കേട്ടോ. പിന്നെ എന്നെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞാനതിന് അവിടെ നിൽക്കുക, കാശ് ചിലവാക്കിയിട്ട് അവിടെ നിൽക്കേണ്ട ആവശ്യകത എന്ത്? PR കൊടുത്ത് കിട്ടുന്ന ആ വിന്നർ പദവി, ആ അംഗീകാരം എന്തല്ല ശരിക്കും ജനങ്ങൾ അംഗീകരിക്കുന്നതല്ല. പക്ഷെ PR തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. രാഷ്ട്രീയക്കാർക്കുണ്ട് PR. പിന്നെ PR മാത്രമായിട്ടൊരു വിന്നർ ഉണ്ടാകില്ല. അതിലെന്തെങ്കിലും ഒരു കണ്ടന്റ് അല്ലേ, നമ്മൾ വളവും വെള്ളവും ഒക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം. അനുമോൾ അത്യാവശ്യം കണ്ടന്റ് കൊടുത്തിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെയാണ് അനുമോൾക്ക് കിട്ടിയത്. അതുപോലെ PR കൊടുത്ത എത്രയോ പേര് അവിടെ ഉണ്ട്, അവരൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ. അവരതനുസരിച്ച് കണ്ടന്റ് കൊടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയതെന്ന് പറയുന്നത്. പിന്നെ ഷാനവാസ് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഷാനവാസിനെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവരുടെ അടുത്ത് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ഷാനവാസ് എന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് എനിക്ക് പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നു. അതുപോലെ ഫസ്റ്റ് അനീഷിനടിച്ച് സെക്കൻഡ് ഷാനവാസിന് കിട്ടും, തേർഡ് അനുമോൾക്ക് കിട്ടും എന്നൊരു ധാരണയായിരുന്നു ഷാനവാസിന് ഉണ്ടായിരുന്നത്. പിന്നെ ഷാനവാസ് പറയുന്നത് പെങ്ങളുട്ടി കാർഡ് എടുത്തിട്ടൊന്നും കളിച്ചതല്ല അവിടെ. എന്താ വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് തലയ്ക്ക് അടി കിട്ടണ പോലെ കിട്ടി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, അക്ബറും ഗ്രൂപ്പും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പുറത്തൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അവരെ നിന്നിട്ട് അടി കിട്ടുന്ന ആരൊക്കെയാണെന്ന് നോക്കിയപ്പോൾ നോക്കുന്നത് സെയിം എൻ്റെ അതേ അവസ്ഥയിൽ നമ്മുടെ നൂറയും ആദിലയും നിൽക്കുന്നു. ഈ അക്ബറിൻ്റെ ഗ്രൂപ്പിനെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് അങ്ങനെ അവരും ഞാനും ഒന്നായി വേറൊരു ഗ്രൂപ്പായി മാറിയതാണ്. അങ്ങനെയാണ് പെങ്ങളുട്ടി കാർഡ് എടുത്തത് എന്നൊക്കെ പറഞ്ഞു. അല്ലാതെ ഞങ്ങളത് വിചാരിച്ചിട്ട് ചെന്നതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഷാനവാസ് ചെയ്യേണ്ട മറ്റൊരു കുങ്കുമപ്പൂലാണല്ലോ ഷാനവാസ് വന്നിരിക്കുന്നത്. അതിൽ ഈ കുങ്കുമപ്പൂല് രുദ്രനായി വന്നിരുന്ന ആ ക്യാരക്ടർ ചെയ്തത് ജോജു, നമ്മുടെ ഫിലിം ആർട്ടിസ്റ്റ് ജോജു ആണ് ചെയ്യേണ്ട ഇതാന്ന് പറഞ്ഞു. ഒരു ദിവസം ജോജു കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ചെയ്യേണ്ടതായിരുന്നു ആ രുദ്രൻ്റെ ഇത്, പക്ഷേ എനിക്ക് സിനിമയ്ക്ക് ക്ഷണം കിട്ടിയപ്പോൾ ഞാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ചേട്ടൻ സിനിമയിൽ ശോഭിച്ചു, എനിക്ക് ചേട്ടൻ പോയതുകൊണ്ട് ആ രംഗം എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ സീരിയലിലും ശോഭിക്കാം, എനിക്ക് കഴിഞ്ഞു, ഞാനും രക്ഷപ്പെട്ടു ചേട്ടനും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നുണ്ട് ഷാനവാസ്, ഈ ബിഗ് ബോസിൽ പോയപ്പോൾ എൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നു കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് നല്ല റീച്ച് കിട്ടി, സ്വഭാവം ഒന്ന് പ്യൂരിഫൈ ചെയ്തെടുത്തു. അതായത് പൊട്ട സ്വഭാവം എന്നല്ല എനിക്കായിരുന്നത്, പക്ഷേ എൻ്റെ സ്വഭാവത്തിലൊരു അടുക്കും ചിട്ടിയും പ്യൂരിഫിക്കേഷൻ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, എൻ്റെ മുന്നിലിരിക്കുന്ന ആളാണോ അതോ ബിഗ് ബോസിലെ ആളാണോ ശരിക്കുള്ള ഷാനവാസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു ക്യാരക്ടറും പിടിച്ചിട്ടില്ല, റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇമോഷൻസ് കാണിക്കേണ്ട സ്ഥലത്ത് ഞാൻ ഇമോഷൻസ് കാണിച്ചിട്ടുണ്ട്, വലിയ തെറ്റൊന്നും ഞാൻ അത്രയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ തന്തയ്ക്ക് വിളിക്കും, അതൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ പിന്നെ എടി പൊടി എന്നുള്ളത് എല്ലാവരും അവിടെ വിളിക്കാറുണ്ട്, പക്ഷെ ഞാൻ വിളിക്കുന്നത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവിടെ കൂടുതലും കുറ്റം കിട്ടിയിരുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഷാനവാസിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് കിട്ടിയ കുറേ സത്യത്തിൽ ഷാനവാസ് അവിടെ കളിച്ചത് നല്ലൊരു മനുഷ്യനൊക്കെ ആയിട്ട് തന്നെയാണ്. എടി പൊടിയൻ തന്തക്ക് വിളി ഒക്കെ മാറ്റി വെച്ചാൽ ഷാനവാസ് അത്ര വലിയതൊന്നുമില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഒരു ക്യാരക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആടിനെ പട്ടിയാക്കും ആൾ. അത് ആളുടെ ക്യാരക്ടറിൻ്റെ ഒരു ഗുണമാണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവസാനം ഈ കേൾക്കുന്നവരും വിചാരിക്കും, അത് പട്ടി തന്നെ ആയിരുന്നു അല്ലേ, ആടല്ല എന്ന് വിചാരിച്ചു പോകും. അങ്ങനെ ഒരു ക്യാരക്ടർ മാത്രമേ ഉണ്ടെന്നുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ കുറേ കുശുമ്പോ കുന്നായ്മയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നുമല്ല ആൾ അവിടേക്ക് പോയത് തന്നെ.
PR കൊടുത്തിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ കുറേ ബിഗ് ബോസിൻ്റെ കുറേ എന്താ പറയുക സൂത്രങ്ങൾ, അങ്ങനെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വിജയിക്കാം, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ജയിക്കാം, അതൊന്നും ആൾക്കറിയില്ല. ആൾ ശരിക്കും അവിടെ ചെന്ന് ശരിക്കും വീട്ടിലും മറ്റുള്ളവർത്തൊക്കെ പെരുമാറുന്ന പോലെ അവിടെ പെരുമാറി. അതിലാൾ ശരിക്കും ഫസ്റ്റ് പൊസിഷനിൽ നിന്നിരുന്ന ആൾ നേരെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ കേട്ടോ.